നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയിലുള്ളത് നഗരങ്ങളുടെ ചൂടും വനങ്ങളുടെ പച്ചപ്പും മരുഭൂമികളുടെ പൊള്ളുന്ന മണൽക്കാറ്റും. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ആ സമയം ഭൂഖണ്ഡങ്ങളും മലകളും സമുദ്രങ്ങളും എല്ലാം കട്ടിയുള്ള മഞ്ഞിന്റെ സാമ്രാജ്യമായിരുന്നു. മനുഷ്യർ തീക്ക് ചുറ്റും ജീവൻ നിലനിർത്താൻ പോരാടിയിരുന്നു. വൂളി മാമത്തുകൾ, സേബർ ടൂത്ത് കടുവകൾ എല്ലാം ആ കഠിനമായ മഞ്ഞിൽ ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തെയാണ് ഐസ് ഏജ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ ഐസ് ഏജ് ആരംഭിച്ചു, അത് എങ്ങനെയാണ് അവസാനിച്ചത്, കൂടാതെ ഇന്നത്തെ കാലത്ത് അത് വീണ്ടും വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ ആ സാഹചര്യം എങ്ങനെയായിരിക്കും? സോ ഇന്ന് ക്രേസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭൂമിയുടെ ഏറ്റവും തണുപ്പേറിയ അധ്യായം അഥവാ ഐസ് ഏജിലേക്കാണ്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഐസ് ഏജ് എന്ന് പറയുന്നത് ഭൂമിയുടെ വലിയൊരു ഭാഗം ആയിരക്കണക്കിന് വർഷങ്ങൾ ഐസ് കൊണ്ട് മൂടപ്പെട്ട ഒരു കാലഘട്ടമാണ്. അന്ന് ധ്രുവങ്ങളിൽ മാത്രമല്ല, യൂറോപ്പിലും ഏഷ്യയിലും ഉത്തര അമേരിക്കയിലും എല്ലായിടത്തും തിക്കായിട്ടുള്ള മഞ്ഞുപാളികൾ വ്യാപിച്ചു. മലയിടുക്കുകളിൽ വലിയ ഐസ് വാളുകൾ, താഴ്വരയിൽ കട്ടിയുള്ള സ്നോ ലേയേഴ്സ്. ഭൂമിയുടെ ഭൂരിഭാഗവും ഇന്ന് നമ്മൾ കാണുന്നതിലും തണുത്ത ലോകമായിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിലും ആക്സിസിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സൂര്യന്റെ ചൂട് ഭൂമിയിലെത്തുന്നത് കുറയും. സൂര്യപ്രകാശം കുറയുമ്പോൾ മഞ്ഞ് രൂപപ്പെടും. മഞ്ഞ് സൂര്യന്റെ എനർജി തിരിച്ചയക്കും. അങ്ങനെ ഭൂമി കൂടുതൽ തണുക്കും, ഐസ് ലേയേഴ്സ് കൂടുതൽ കട്ടിയാകും. ഇതാണ് ഐസ് ഏജ് ആരംഭിക്കുന്നതിന് പ്രധാനമായ ശാസ്ത്രീയ കാരണങ്ങളിൽ ഒന്ന്. ആ കാലത്ത് ജീവിച്ചിരുന്നത് നമ്മൾ ഇന്ന് പുസ്തകങ്ങളിൽ മാത്രം കാണുന്ന ജീവികളാണ്. വലിയ വൂളി മാമത്തുകൾ, എലിഫന്റിനെക്കാളും വലുതും തിക്കറായിട്ടുള്ള രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതും സേബർ ടൂത്ത് കടുവകൾ, വലിയ പല്ലുകൾ കൊണ്ട് വേട്ട നടത്തിയിരുന്ന ഭീകരമൃഗങ്ങൾ. ഇവയ്ക്കൊപ്പം ജയന്റ് സ്ലോത്ത്, ബൈസൺ, കേബിയസ് പോലെയുള്ള ജീവികളും ജീവിച്ചിരുന്നു. മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ഇവയെ വേട്ടയാടേണ്ടിയും വന്നു. മഞ്ഞിൽ നിറഞ്ഞ ആ ലോകത്ത് ജീവിക്കാൻ മനുഷ്യർ പല വഴികളും കണ്ടെത്തി. ഗുഹകളിൽ താമസിച്ചു, തീ കണ്ടുപിടിച്ചു, മൃഗങ്ങളുടെ തൊലി വെച്ചുകൊണ്ട് വസ്ത്രങ്ങളും ഉണ്ടാക്കി, കൂട്ടത്തോടെ വേട്ട നടത്തി, ഭക്ഷണം പങ്കുവെച്ചു, പുതിയ ഉപകരണങ്ങൾ നിർമ്മിച്ചു. ഭൂമിയുടെ ഏകദേശം 30% ഐസ് കൊണ്ട് മൂടി. മഞ്ഞുപാളികൾ 3 മുതൽ 4 കിലോമീറ്റർ വരെ തിക്നെസ് ഉണ്ടായിരുന്നു. സീ ലെവൽ ഇന്നത്തേക്കാൾ 120 മീറ്റർ താഴെയായിരുന്നതിനാൽ തന്നെ കടലുകൾക്ക് കീഴിൽ കാണുന്ന പല പ്രദേശങ്ങളും അന്ന് വെള്ളത്തിന് മുകളിലായിരുന്നു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഭ്രമണത്തിൽ വീണ്ടും മാറ്റം വന്നു. സൂര്യന്റെ ചൂട് കൂടുതലായി, മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങി. അത് ഉരുകിയപ്പോൾ വലിയ തടാകങ്ങളും നദികളും രൂപപ്പെട്ടു. സീ ലെവൽ ഉയർന്നു, പല കടലോര മേഖലകളും വെള്ളത്തിനടിയിലായി. ഇതാണ് ഐസ് ഏജ് അവസാനിച്ചതിന്റെ തുടക്കം. ഐസ് ഏജ് അവസാനിച്ചപ്പോൾ വലിയ മെഗാ ഫ്ലഡുകൾ അഥവാ പ്രളയങ്ങൾ ഉണ്ടായി. നോർത്ത് അമേരിക്കയിൽ ലേക്ക് മിസൂള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വലിയ വെള്ളപ്പൊക്കം മുഴുവനും ആ പ്രദേശം മൂടി. ഇതുപോലെയുള്ള സംഭവങ്ങളാണ് മനുഷ്യരുടെ ഓർമ്മയിൽ മഹാപ്രളയമായി നിൽക്കുന്നത്. ക്ലൈമറ്റ് മാറിയപ്പോൾ മാമത്തുകൾ പോലെയുള്ള വലിയ ജീവികൾക്ക് ജീവിക്കാനായില്ല. അവരുടെ ഭക്ഷണമായിരുന്ന പുല്ലുകൾ ഇല്ലാതെയായി. അതോടൊപ്പം മനുഷ്യരുടെ വേട്ടയും കൂടി ചേർന്നു. അങ്ങനെ മാമത്തുകൾ, സേബർ ടൂത്ത് കടുവകൾ, അങ്ങനെ പല വലിയ ജീവികളും ഇല്ലാതെയായി. ഇന്നത്തെ എലിഫൻസിൽ മാത്രം മാമത്തിന്റെ DNA ഒരു ഓർമ്മയായി ജീവിക്കുന്നു. യെല്ലോ സ്റ്റോൺ പോലെയുള്ള വലിയ സൂപ്പർ വോൾക്കാനോകൾ പൊട്ടുകയാണെങ്കിൽ ആകാശം പൊടികണങ്ങൾ കൊണ്ട് നിറയും. സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്താതിരിക്കാൻ ഇടയാകും. ഇതിന്റെ ഫലമായി ഗ്ലോബൽ ടെമ്പറേച്ചർ കുറയും, കൃഷി മേഖല തകരും. വലിയ ഐസ് ഏജ് പോലുള്ള കാലഘട്ടം വീണ്ടും ആരംഭിക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് തിയറി മാത്രമല്ല, യാഥാർത്ഥ്യമാവുന്ന ഫ്യൂച്ചർ പോസിബിലിറ്റിയാണ്. മിലാനിക്കോവിച്ച് സൈക്കിൾ പ്രകാരം ഭൂമിക്ക് 10,000 മുതൽ 50,000 വർഷങ്ങൾക്കിടയിൽ മറ്റൊരു ഐസ് ഏജ് വരാനുണ്ട്. പക്ഷേ മനുഷ്യരുടെ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്ന ക്ലൈമറ്റ് ചേഞ്ച് അത് വൈകിപ്പിച്ചേക്കാം. എന്നാൽ സൂപ്പർ വോൾക്കാനോ എറപ്ഷൻ, വലിയ ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ്, ഇവ ഏതിലെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഐസ് ഏജ് മുൻകൂട്ടി വരും. അത്തരമൊരു ഐസ് ഏജ് വന്നാൽ ഇന്നത്തെ മോഡേൺ മനുഷ്യർക്ക് ഇതിനെ നേരിടാൻ സാധിക്കുമോ? ഐസ് ഏജ് ഭൂമിയുടെ വെറുമൊരു പഴയ കഥയല്ല, ഒരു മുന്നറിയിപ്പാണ്. ഒരു സൂപ്പർ വോൾക്കാനോ പൊട്ടുകയോ ആസ്ട്രോയിഡ് എർത്തിനെ തട്ടുകയോ ചെയ്താൽ നമ്മുടെ ലോകം വീണ്ടും മഞ്ഞുകൊണ്ട് മൂടപ്പെടും. അത്തരം ഐസ് ഏജ് വന്നാൽ മനുഷ്യർ വീണ്ടും രക്ഷപ്പെടുമോ? സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യും.